ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫോട്ടോഗ്രാഫിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു കേക്കല്ല, വേറെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു സാധനം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ നമ്മളെ കയ്യിൽ വേണം. അതും നല്ലൊരു ഫോട്ടോ ആയിരിക്കണം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കുക. ആ ഒരു ഫോട്ടോൻ്റെ ഇംപ്രഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടലും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഫോട്ടോൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ യൂസ് ചെയ്യും. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബാക്ക് ഡ്രോപ്സ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റാൻഡ്, കാണാൻ നല്ല അട്രാക്ഷൻ തോന്നുന്ന സ്റ്റാൻഡ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ മാക്സിമം നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി എടുക്കാൻ കഴിയുമോ അങ്ങനത്തെ രീതിയിൽ നമ്മളതിനെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിന് നന്നായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത്രയും ബാക്ക് ഡ്രോപ്സും അതുപോലെ എന്താ പറയുക നല്ല സ്റ്റാൻഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റാൻഡും ബാക്ക് ഡ്രോപ്സും ഒന്നും വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ഒരു എന്തെങ്കിലും ഐറ്റംസൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ക് ഡ്രോപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് ഡ്രോപ്സൊക്കെ ഞാൻ എങ്ങനെയാണ് വാങ്ങിക്കണമെന്നും ഏത് സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യണത് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയണുണ്ടാവും. ഒരുപാട് പേര് ആ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയാണ് ബാക്ക് ഡ്രോപ്പിനെ വെക്കാറുള്ളത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിങ്ങനെ താഴത്തേക്ക് സ്ലിപ്പായി വീഴില്ലേ എന്നൊക്കെ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഈ ഒരു ചെയറിൽ വെച്ച കാരണമാണ് ഇപ്പോൾ ഇത് വീഴാത്തത് കേട്ടോ. അതല്ലേ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചുമരിലായിട്ട് നമ്മൾ ചാരി വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റ് വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആയ കാരണമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോൾ കേക്കിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ഇതുപോലെയാണ് ഫോട്ടോ എടുക്കാറുള്ളത്. ഒരു ബാക്ക് ഡ്രോപ്പിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് അധികം എന്താ പറയുക ഭംഗിയായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വേറൊരു സ്റ്റാൻഡ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഈ ഫോട്ടോനെ ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നും. അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇപ്പം നമ്മളിപ്പോൾ നല്ലൊരു സ്റ്റാൻഡ് വാങ്ങിക്കണമെങ്കിൽ എന്തായാലും 800 രൂപ 900 രൂപ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 700 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാൻഡുകളാണ് ഇപ്പോൾ ഒരുവിധമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് അങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഒരു ഷോക്ക് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചില ഫോട്ടോയിലൊക്കെ ഈ ഒരു ട്രിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം നമ്മൾ വീട്ടിൽ കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണിത്. അപ്പോൾ ഈ ഇതുപോലെ ഉള്ളിലേക്ക് കുറച്ച് കുഴിഞ്ഞിരിക്കുന്ന പാത്രം എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു എന്താ പറയുക കേക്കിനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് സ്റ്റാൻഡ് പോലെ ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കേക്കിനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഏത് കേക്കായാലും അതിനതുപോലെ വെച്ച് കൊടുക്കുക. എന്താ പറയുക ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ കേക്ക് ഈ ഒരു സ്റ്റാൻഡ് ബാക്ക് ഡ്രോപ്പിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ട് ഒരു സ്റ്റാൻഡിൽ ഇരിക്കണ പോലെ ആയിരിക്കും നമുക്കിപ്പോൾ തോന്നുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ താഴെ കാണുന്ന ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡിലാണ് ഇത് വെച്ചിട്ടുള്ളതെന്നാണ് തോന്നുക. പക്ഷേ ഞാനിത് ചില ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളാണ് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വൈറ്റ് പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്താ പറയുക സ്റ്റാൻഡാന്ന് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതുപോലത്തെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിലായിട്ട് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക വേറെ വല്ല ചെടികളൊക്കെ കൊണ്ടുവേണമെങ്കിൽ വെക്കുക. അപ്പോൾ ഒന്നും കൂടി ഭംഗി കിട്ടും ഈ ഒരു ഫോട്ടോക്ക്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ക്ലോത്ത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലോത്തൊക്കെ നെറ്റിൻ്റെ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ ഒരു ഭംഗി കിട്ടും. ഞാൻ ഈ ഒരു ഫോട്ടോക്ക് കുറച്ചുകൂടി ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്ലോത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫർ ക്ലോത്ത് എന്നൊക്കെ പറയും. ഒരു പഞ്ഞി പോലെയുള്ള ആ ഒരു ക്ലോത്തിനെ പറയണതാണ് ഫർ ക്ലോത്ത് കേട്ടോ. അപ്പോൾ അതുപോലെ തോന്നണ വേറൊരു ക്ലോത്ത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ വണ്ടിയിൽ സീറ്റിലൊക്കെ വെച്ച് കൊടുക്കൂലേ ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫർ ക്ലോത്ത് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചതിൻ്റെ ശേഷം ഞാനൊരു ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ ക്ലോത്ത് കിട്ടും.
അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 35 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ ക്ലോത്ത് വാങ്ങിക്കാൻ കിട്ടും. മീറ്ററിന് 35 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ റേറ്റ് കുറഞ്ഞ ക്ലോത്തൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ കിട്ടണം. അപ്പോൾ കഴിയണവും ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള കളേഴ്സ് വാങ്ങിക്കുക. അപ്പോൾ ഒക്കെ ഈ ഒരു ഫോട്ടോക്കൊക്കെ നല്ല ഭംഗി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് എപ്പോഴും വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒക്കെ ഈ ഒരു കേക്കിനെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫോട്ടോയിലൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ കുറേ ട്രിക്കുകളൊക്കെയാണ് കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ട്രിക്കുകളും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്